എല്ലാവർക്കും എൻ്റെ പുതിയൊരു വില്ലേജ് സ്വാഗതം. വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു കൊറിയറും കൂടി നമുക്ക് എന്താ ഡെലിവറി എന്ന് പറയുന്നത് ഡിഷ് ഓഫീസിൽ നമുക്ക് ഒരു കൊറിയർ കൊടുക്കാണ്ട്. ആ കൊറിയർ കൊടുത്തിട്ട് നമുക്ക് പോവാം. എന്തിന്റെ കൊറിയറാണെന്നൊക്കെ നമ്മൾ പിന്നെ പറയാം. അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ DTDCയുടെ കൊറിയർ ഓഫീസിൽ എത്തി. എന്നിട്ട് നമ്മൾ കൊറിയറൊക്കെ കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ പഴം വാങ്ങണ്ടായിരുന്നു. പഴം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് വിച്ചു പറഞ്ഞത് നമുക്ക് നൂഡിൽസ് കഴിക്കാൻ പോയാലോ എന്ന്. നമ്മൾ വീട്ടിലേക്ക് പാഴ്സൽ കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വീട്ടിൽ പോയി കഴിക്കണേൻ്റെ സുഖം കടയിൽ നിന്ന് കഴിക്കുമ്പോൾ എനിക്കിതല്ല ഞങ്ങൾക്ക് കിട്ടില്ല. കുറേ ആയി ടേസ്റ്റ് തന്നെ മറന്നതിൻ്റെ കൈസ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാരണം ഇവിടെ അടുത്തായിരുന്നു ഞങ്ങൾ ഫസ്റ്റത്തെ വീട്. അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കായിരുന്നു. ഇത് ഹെൽത്തി അല്ല അൺഹെൽത്തി ആണെന്നൊക്കെ അറിയാം, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ്. വീട്ടിലെത്തി പഴവും പിന്നെ നമ്മുടെ ഗോബി നൂഡിൽസും ഇനി അത് നമ്മൾ എടുക്കാൻ രണ്ടാമത് വരേണ്ടി വരില്ലെങ്കിൽ. വീട്ടിലെത്തിയിട്ട് നമ്മൾ പിന്നെ വേറൊരു പരിപാടിക്കൊന്നുമില്ല. കാരണം നൂഡിൽസ് അവിടെ ഇരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് നൂഡിൽസ് കഴിക്കുന്നത് മാത്രമേ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ നൂഡിൽസ് നമ്മൾ കഴിക്കാം. ഇതിപ്പോൾ വന്നിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പൊലിവിലാണ് എല്ലാവരും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ഉണ്ടാകും ഗൈസ്. അപ്പോൾ അതിനോടൊന്ന് ക്ഷമിക്കുക. എന്തൊരു മണം. കുറേ കാലത്തിന് ശേഷമാണ് കഴിക്കുന്നത്. തന്നെ സോസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോസ് അവിടെ നിന്ന് കിട്ടുന്ന സോസിക്ക് ഇഷ്ടമല്ല, അവിടെ ഞാൻ വാങ്ങില്ല. വായിൽ വെള്ളം വരും ഗൈസ്. സൂപ്പർ. ബാംഗ്ലൂരുള്ളവരുടെ മെയിൻ സംഭവമാണ് കുഷ്ക, എഗ് റൈസ്, ഇതുപോലെ ചൗമീൻ നൂഡിൽസൊക്കെ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചത് മൊത്തം ഞങ്ങൾ മൂന്നാം കൂടി കഴിക്കുള്ളൂ. കഴിക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബീട്രൂട്ടും അതുപോലെ തന്നെ എന്തോ ഈ പച്ചക്കറിയുടെ പേരിക്ക് ഓർമ്മയില്ല എനിക്കറിയില്ല. അപ്പോൾ അതിട്ട് ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ നന്നായി ഉണ്ടാക്കാറെങ്കിലും പക്ഷേ ഈ എണ്ണയ്ക്ക് ഉള്ളി ഇടുന്ന ഈ സംഭവം എനിക്ക് ഭയങ്കര പേടി. കാരണം എപ്പോഴും ഇടുമ്പോൾ എനിക്ക് എപ്പോഴും പൊള്ളാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പേരി സൈഡിൽ കൂടെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഉള്ളത് വിചാരിച്ച പോലല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമൽ നമ്മളെ എന്തതിൻ്റെ പേര് ബീട്രൂട്ട് പേര് കഴിക്കണ പോലെ തന്നെയാണ്. വ്യത്യാസം. പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറയാം. അങ്ങനെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി തല വാഷ് ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് തിരുമ്പാനുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.